അയ്യോ എനിക്ക് ഛർദിക്കാൻ വരുന്നുട്ടാ ശരിക്കും. ഉമ്മാക്ക് ഞാൻ ഒരു മാനസിക രോഗിയായിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനൊക്കെ തന്നെയാണ് എൻ്റെ കുട്ടിയെ. ഒക്കെ വീഡിയോ എടുത്ത് വെക്കണം. ഇതിനൊക്കെ ഉണ്ട്. ഛർദിക്ക് ഏയ് ഏയ് അങ്ങനെയല്ല കേട്ടോ. ഇത് നല്ല കുട്ടിയുടെ ആ പുറത്ത് നോക്കിയിരുന്നു. നോക്കിയേ ഒന്നും കണ്ടുമ്മ. പുറത്ത് വാ, നമുക്ക് പുറത്ത് നോക്കിയിരിക്കാം. പുറത്തൊക്കെ നോക്കിയിരിക്കാം. അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ ഉണ്ടോ ഇവിടെ പോവാ? ഞാൻ പിടിക്കില്ല. എന്നാ സുഖമായിട്ടിരിക്കേ. ഇപ്പൊ കെൻസൊക്കെ എത്തും. കെൻസാനൊക്കെ ആയിട്ട് എനിക്ക് ചിരിച്ച് കളിച്ചിരിക്കാം. സുഹേൽക്കും കെൻസൊക്കെ. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഏയ് അവിടെ കിടക്ക്. ഛർദിക്കാം. ഏയ് ഇല്ല, അങ്ങനെ മനസ്സ് വെച്ചാ പോയി കാര്യട്ടാ. ഏയ് 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 നല്ല കുട്ടിയായിട്ടിരിക്കേ. അവിടെ കിടന്നോ സുഖായി. ഇല്ല ഇതായി കഴിഞ്ഞാ പിന്നെ ഇതാവട്ടോ മോളെ. ഇത് വാ, മതി, വായോ വായോ, വാ വാ, വന്ന് മതി മതി. ആ കണ്ട, ആ വേണ്ടാന്ന് പറഞ്ഞിട്ടുമ്മ. വാ വാ, അതില് നോക്കി നിക്കില്ല മോളെ. നിങ്ങളിപ്പോൾ ഇത് സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ ചോദിച്ചു ഇവൾക്കെന്താ പ്രാന്താ, ഇവൾക്കെന്താ വയ്യേ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചു എന്താ മോളെ. ഞാൻ ഉമ്മ പ്ലീസ് പ്ലീസ് വീഡിയോ എടുക്കും വയ്യാണ്ട് അടക്കട്ടെ അവിടെ ഛർദിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഉമ്മ വീഡിയോ എടുക്കും പ്ലീസ്. ഉമ്മക്കാണെങ്കിൽ ഞാൻ ഛർദിക്കുന്നതിൻ്റെ വിഷമം ടെൻഷൻ ഒപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ശല്യം ചെയ്യുക. മൊത്തം പൊറുതി പൂട്ടിക്കലോട് കൂടിയിട്ട് കിടന്നു. ഞാൻ വീഡിയോ എടുത്ത് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ കരയുവാണെങ്കിലും ഞാൻ വീഡിയോ എടുത്ത് വെക്കാറുണ്ട് ചില സമയത്ത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് ഈ ഫിലിമിങ് വ്ളോഗിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം കിട്ടും, എനിക്കൊരു പീസായി കിട്ടും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊരു കണ്ടൻറ്റിനേക്കാളും ഉപരി എനിക്കതൊരു ആൽബം പോലെയാണ്. എൻ്റെ ഓരോരോ സമയത്ത് പിന്നീട് എനിക്ക് കാണുമ്പോൾ ഇതൊക്കെയാണല്ലേ. ഞാൻ എൻ്റെ കുറേ മുമ്പത്തെ വീഡിയോസ് ഇപ്പോഴിരുന്ന് കാണും ഓരോന്നോരോന്ന് അറിയാൻ വേണ്ടി. പിന്നെ നമ്മളുടെ മെയിനായിട്ട് അവെയർനെസ് വീഡിയോയും എഡ്യൂക്കേഷണൽ പേർപ്പസ് വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ കൂടുതൽ ഇടാറ്. അപ്പം ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എന്ന് പറയണത് എനിക്ക് കറക്റ്റ് എൻ്റെ ഓരോ സാധനങ്ങൾ നിങ്ങളെ എത്തിക്കുക എന്നുള്ളതായിരിക്കും. അത് ശരിക്കും അതൊരു എഡ്യൂക്കേഷണൽ പേർപ്പസ് അല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ പ്രഗ്നൻസിയുടെ 7 വീക്സിലോട്ട് കിടക്കുവാണ്. അപ്പോൾ ആദ്യം എനിക്കുണ്ടായിരുന്ന ടെൻഷൻ എന്ന് പറയുന്നത് എനിക്കൊരു സിംറ്റംസും ഇല്ലാത്തതായിരുന്നു ടെൻഷൻ. ലാസ്റ്റ് സ്കാനിന് പോയപ്പോൾ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എനിക്ക് വൊമിറ്റ് ചെയ്യാനോ വേറെ ഒന്നുമില്ല, എനിക്കത് ടെൻഷനാവുന്നതായിരുന്നു. എന്നാൽ 6 വീക്സിൽ കറക്റ്റ് 6 വീക്സിലേക്ക് ഞാൻ കടന്നപ്പോൾ എനിക്ക് ബോഡിയിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വരാൻ തുടങ്ങി. ഭയങ്കര ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചേഞ്ചസ്, ഇതുവരെ ഇല്ലാത്ത ചേഞ്ചസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോൾ ഒരു 6-7 വീക്സിൽ എൻ്റെ ബോഡിയിലുള്ള ചേഞ്ചസും സിംറ്റംസും അതൊക്കെയാണ് കേട്ടോ പ്രഗ്നൻ്റ്. പിന്നെ ഞാൻ ശ്രദ്ധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ 6 വീക്സിൽ കടന്നപ്പോൾ എനിക്ക് വന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ ഇഷ്യൂ ആയിരുന്നു. ഭയങ്കര ഗ്യാസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട് ഗ്യാസും ഭയങ്കരമായിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഫുഡ് കഴിക്കാതിരിക്കുന്നില്ല. കാരണം ഉമ്മയുടെ അടുത്തായതുകൊണ്ട് തന്നെ ഉമ്മ കറക്റ്റ് ടൈമിന് എനിക്ക് ഫുഡും ജ്യൂസും എല്ലാം തരുന്നുണ്ട്. എന്നിട്ട് പോലും എനിക്ക് എന്ത് കഴിച്ചു കഴിഞ്ഞാലും ഗ്യാസ് ഇങ്ങനെ കയറും. വയറ് നെഞ്ച് എന്നൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു എരിച്ചിൽ. എന്താ പറയാന്ന് എനിക്കറിയില്ല. ഫുഡ് കഴിച്ചിട്ടില്ല നമ്മൾ കുറേ നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു സാധനം വരത്തില്ല, അതേപോലത്തെ ഒരു എരിച്ചിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ എനിക്കെന്ന് പറയുമ്പോൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ രാത്രി കറക്റ്റ് 3:30 ഞാൻ സമയം നോക്കാറുണ്ട്, എഴുന്നേറ്റ് ഫോൺ നോക്കും. 3:30 എനിക്ക് ഈ വല്ലാത്ത എരിച്ചിലും ഗ്യാസിൻ്റെ ഒരു പ്രശ്നമൊക്കെ വരും. ഒരു 15 മിനിറ്റ് നീളും, പിന്നെ ഞാൻ ഉറങ്ങിപ്പോവും. പിന്നെ കറക്റ്റ് ഒരു 7:30-8 മണി അതിൻ്റെ ഇടയിലായിട്ട് ഇതേപോലെ എനിക്ക് ഒരു എരിച്ചിലും ഗ്യാസും അങ്ങനെ വീണ്ടും ഞാൻ ഒന്ന് ഉറങ്ങും. അതാണ് ഫസ്റ്റ് എനിക്കുണ്ടായിരുന്നൊരു സിംറ്റംസ് എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് എനിക്കുണ്ടായിരുന്നു. പിന്നെ മൂഡ് സ്വിങ്സ് എക്സ്ട്രീമാണ്. മൂഡ് സ്വിങ്സ് നിന്ന് നിപ്പിൽ എനിക്കിങ്ങനെ ഇരുന്ന് മാറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുക എന്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒപ്പം ഒരു ജ്യൂസ് കുടിക്കും, എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കും, ഈ ഷുഗർ ഇല്ലാതെ. ഷുഗർ ഞാൻ കഴിക്കുന്നേ ഇല്ല. ആ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സോഫയിൽ ഇരിക്കുകയായിരിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാലല്ലോ എൻ്റെ കണ്ണ് ഞാൻ തന്നെ അറിയാണ്ട് അടഞ്ഞു പോകും.
ഞാൻ തന്നെ അറിയാണ്ട് എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞു പോവും. എത്ര ഞാൻ കണ്ണ് തുറക്കാൻ ശ്രമിച്ചാലും കണ്ണ് തുറയില്ല, അടഞ്ഞു പോവും. അതാണ് അടുത്ത കാര്യം. പിന്നെ ഞാൻ ഒന്ന് പോയി കിടന്ന് ഒരു ലഞ്ച് ടൈം വരെ ഒന്ന് സുഖമായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേട്. അത് അത്ര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം. അത് കഴിഞ്ഞ് ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉഷാറാണ്. പിന്നെ ഞാൻ ഫുൾ ഉഷാറാണ്. രാത്രിയാണെങ്കിലും ഒക്കെ ആക്റ്റീവാണ്. രാവിലത്തെ സമയമാണ് ഏറ്റവും ഒരു സമയം. ഇപ്പോൾ ഇതിങ്ങനെ പോകുന്നുണ്ട്, മൂഡ് സ്വിങ്സ്, ഇങ്ങനത്തെ ഗ്യാസിൻ്റെ എരിച്ചിൽ പ്രശ്നം, പിന്നെ ഈ ക്ഷീണം, ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വോമിറ്റിംഗ് ടെൻഡൻസി, നോസിയ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 6 വീക്ക് 3 days ആയപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഫുഡുകൾ ഒന്നും കഴിക്കാൻ പറ്റാത്ത പോലെ. എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്, എന്ത് ഫുഡാണെന്നാലും കഴിക്കാൻ പറ്റും. പക്ഷെ ആ കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ടേസ്റ്റ് അറിഞ്ഞിട്ടോ അല്ല, എന്ത് കഴിക്കുമ്പോഴും ഓക്കാനിക്കാനുള്ള ടെൻഡൻസി, എനിക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എനിക്ക് ഭയങ്കരമായിട്ട് ഓക്കാനിക്കാനുള്ളത് വരാം. എന്ത് കഴിച്ചാലും ഇങ്ങനെ വരാം, എന്ത് കഴിച്ചാലും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭ്രാന്താവുന്നുണ്ട്. എനിക്ക് മുമ്പൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും ഇപ്പം എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ആ ഒരു സാധനം അതും കഴിഞ്ഞ് അങ്ങനെ നിന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ആ മുമ്പ് പറഞ്ഞ സാധനങ്ങളും ഉണ്ട്, ഒപ്പം എനിക്കിപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരാം ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഇന്നൊക്കെ ഞാൻ നല്ലോണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഛർദ്ദിക്കണം. അതിപ്പോൾ വന്നെത്തിക്കണം. അപ്പോൾ എനിക്ക് ഓരോ ദിവസം വ്യത്യാസം നല്ലപോലെ അറിയുന്നുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കും, പലരും ബോഡി പല രീതിക്കായിരിക്കും ഉണ്ടായിരിക്കും. എല്ലാവരുടെയും പ്രഗ്നൻസി ഒരുപോലെ ആയിരിക്കില്ല. നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒന്നാണ്, എല്ലാവരുടെയും പ്രഗ്നൻസി ഡിഫറെൻ്റ് ആണ്. ചിലവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല. ചിലവർക്ക് ഭയങ്കര വൊമിറ്റിംഗ് ആയിരിക്കും. ചിലവർക്ക് ഈ വൊമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക 3 months കഴിഞ്ഞാലായിരിക്കും. എന്ന് വെച്ചാൽ 3 months കഴിഞ്ഞാലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ചിലവർക്ക് ഇപ്പോൾ തൊട്ടേ തുടങ്ങും. ഓരോരുത്തരുടെ പ്രഗ്നൻസി ഡിഫറെൻ്റ്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ, എനിക്ക് വൊമിറ്റിംഗ് ഒക്കെ തുടങ്ങിയ എൻ്റെ ഫ്രണ്ട്സ്, നിനക്കൊക്കെ ഇപ്പോഴേ തുടങ്ങിയ എന്ന് ചോദിക്കും. കാരണം അവർക്കതില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴല്ല തുടങ്ങിയേക്കുന്നത്, അവർക്ക് 3 months കഴിഞ്ഞിട്ടാണ് തുടങ്ങിയേക്കുന്നത്. പിന്നെ എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കിതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം എന്താ പ്രശ്നം എന്നറിയോ, നമ്മൾ ഇപ്പം അവരിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും അപ്പം നമ്മളുടെ തോന്നലാണ്, അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഒന്നാമത് ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഓവർ തിങ്കിങ് ഭയങ്കര കൂടുതലായിരിക്കും. ഓവർ തിങ്കിങ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഓരോരുത്തരിൽ നിന്ന് ഓരോ സാധനങ്ങളും അവരിൽ നിന്ന് ഓരോ സംശയങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ അധികം ആരോടും ചോദിച്ചറിയാതിരിക്കും, അധികം ആരെയൊന്നും അഡ്വൈസ് എടുക്കാതിരിക്കുകയായിരിക്കും. നമ്മളോട് ഡോക്ടർ ഒരു കാര്യങ്ങൾ എന്തൊക്കെയോ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മാത്രം ഫോളോ ചെയ്താൽ മതി. കൂടുതൽ യൂട്യൂബ് വീഡിയോസ് ഇപ്പം നിങ്ങൾ വിചാരിക്കണം നിൻ്റെ വീഡിയോസ്, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കാണാതിരിക്കുന്നതാവും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കതിൽ എന്തെങ്കിലും സമാധാനം റിലാക്സേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് കാണാവൂ, പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കാവും. ചിലർ പറയും നിനക്ക് ഇപ്പോഴേ എനിക്കൊക്കെ ബാക്ക് പെയിനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, നിനക്ക് ഇങ്ങനെ ഛർദി ഉണ്ടോ, ഇങ്ങനെ ഇരിച്ചില്ലാതെ എന്താ ഇങ്ങനെ എപ്പോഴും ഇടിച്ചിട്ടും ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി ടെൻഷനാവും. അപ്പോൾ ചിലവർക്ക് ബാക്ക് പെയിൻ ആയിരിക്കും, ചിലവർക്ക് വൊമിറ്റിംഗ് ആയിരിക്കും, ചിലവർക്ക് നോസി ആയിരിക്കും, ചിലർക്ക് ക്ഷീണം മാത്രമായിരിക്കും. അപ്പോൾ ഓരോ പ്രഗ്നൻസി ഡിഫറെൻ്റ് ആണെന്ന് ഉള്ളൊരു കാര്യം മാത്രം ശ്രദ്ധിക്കാം. പിന്നെ ഡോക്ടർ എന്നോട് കഴിക്കരുതെന്ന് പറഞ്ഞൊരു ഫുഡ്, പോമഗ്രനേറ്റ് കഴിക്കരുത് എന്നുള്ള ലിസ്റ്റാണ്. പോമഗ്രനേറ്റ്, ഡേറ്റ്സ്, ചീസ്, പിന്നെ പപ്പായ, പൈനാപ്പിൾ, ഇതൊക്കെയാണ്. ചീസും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ്സ് ഒന്നും കഴിക്കരുത്, ഈ പോമഗ്രനേറ്റ് ഇതൊന്നും കഴിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത് ഡോക്ടർ. പിന്നെ എന്നോട് പാകം കഴിക്കാൻ പറഞ്ഞത് ഫോളിക് ആസിഡാണ്. ദിവസം ഫോളിക് ആസിഡ് കഴിക്കണം. ഫോളിക് ആസിഡിൻ്റെ പറഞ്ഞപ്പോഴാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം. നമ്മൾ ആക്ച്വലി പ്രഗ്നൻസി നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയില്ലേ, നമുക്ക് ഓക്കെ പ്രഗ്നൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാനിങ് തുടങ്ങിയില്ലേ, ആ സമയം തൊട്ടേ നമ്മൾ ഫോളിക് ആസിഡ് കഴിച്ച് തുടങ്ങണം. സത്യത്തിൽ ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞപ്പോൾ അതെനിക്ക് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു, ഫോളിക് ആസിഡ് കഴിച്ച് തുടങ്ങണം. എൻ്റെ ഉമ്മ എപ്പോഴും പറയുമായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. ഫോളിക് ആസിഡ് കഴിച്ച് തുടങ്ങി, പക്ഷെ നമ്മൾ ചെയ്യണം. അത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ആയിക്കോട്ടെ, എല്ലാത്തിനും ആയിക്കോട്ടെ ഫോളിക് ആസിഡ് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമായിരുന്നു. നിങ്ങൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഫോളിക് ആസിഡ് ആദ്യമേ കഴിച്ചു തുടങ്ങണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എന്താ പറയുക, ഷുഗർ ഐറ്റംസ് ഒന്നും കഴിക്കാതിരിക്കുക. പിന്നെ കാപ്പി, ചായ അങ്ങനെയൊക്കെ കുടിക്കണ ശീലമുള്ളവരാണെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ കുറേ പേര് എനിക്ക് കമൻസിൽ കൂടെ എന്നെ കുറേ ബ്ലണ്ട് ഒരു
അയച്ചിട്ടുണ്ട്. ഏത് ഡോക്ടറാണ് 3 മാസം നടക്കരുതെന്നൊക്കെ പറഞ്ഞേക്കുന്നത്? പ്രഗ്നൻ്റ് ആയാൽ നടക്കണം എന്നല്ല ഡോക്ടർമാർ പറയുന്നത് എന്നുള്ളത്. അത് നിങ്ങളുടെ ഒരു വെറും തെറ്റായ ധാരണയാണ്. ഫസ്റ്റ് 3 months എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ടൈമാണ്. അത് റെസ്റ്റ് എടുക്കേണ്ട ടൈമാണ്. 3 monthsന് ശേഷം പിന്നെ നമുക്ക് നടക്കാനും അതൊക്കെ ഡോക്ടർമാർ പറയും. ഈ സമയത്ത് നടക്കരുത് എന്നാണ്, എന്നുവെച്ചാൽ നടക്കരുതെന്നും ട്രാവൽ ചെയ്യരുതെന്ന് പറയുന്നത് വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനും പല ഇതിനും വരാൻ ചാൻസ് കൂടുതൽ 3 monthsൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ കൂടുതൽ നമ്മൾ കമൻസ് കൊടുക്കുക. കാരണം കമൻസ് വായിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് പല തെറ്റായ ഇൻഫോർമേഷൻസ് വരും. പിന്നെയെന്ന് പറയണത് കുറേ പേരിങ്ങനെ പറയുന്നത് കേട്ടു, ബീഫ് കഴിക്കരുത്, എല്ലാവർക്കും പച്ചമാങ്ങ അല്ലേ, പച്ചമാങ്ങ തന്നെ. ഈ സമയത്ത് മീറ്റിനോടൊക്കെ എന്ത് ഇഷ്ടം, പച്ചമാങ്ങനോടല്ലേ, നിനക്ക് മാത്രം ഇതെന്താ? എനിക്ക് പച്ചമാങ്ങ കഴിക്കാൻ തോന്നിയിട്ടില്ല. എനിക്ക് അതാ ഞാൻ പറഞ്ഞു, ഓരോ പ്രഗ്നൻസി ഡിഫറെൻ്റ് ആണ്. ചിലവർക്ക് പച്ചമാങ്ങ ആയിരിക്കും. എനിക്കിപ്പോൾ എൻ്റെ മുന്നിൽ ഒരു പച്ചമാങ്ങ കൊണ്ടുവന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഭ്രാന്തവും പിടിക്കാം. എനിക്ക് പഴുത്ത മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പച്ചമാങ്ങ അങ്ങനെ പുളിയുള്ള ഒരു സാധനങ്ങളും എനിക്കിഷ്ടമല്ല. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ബീഫിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം എനിക്ക് ബീഫോ ചിക്കനോ മീനും ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. എനിക്കിഷ്ടം ഇപ്പോൾ വഴുതനങ്ങ പൊരിച്ചത്, വെണ്ടക്ക പൊരിച്ചത്, മോര് കറി, ഇതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രഗ്നൻറ്റ് ലേഡീസും ഒരുപോലെയാണെന്നുള്ളൊരു സാധനം നമുക്ക് മാറ്റി വെക്കണം. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു 7 weeks എന്ന് പറയുന്നത് ഇതാണ്. ഏറ്റവും നല്ലത് ഈ ഒരു ടൈമിൽ എന്നെ കുറച്ചും കൂടി എൻഗേജിങ് ആക്കുന്നത് ഇപ്പോൾ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഞാൻ എഴുതും, ഇപ്പോൾ കുറച്ച് എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. വരക്കും എന്തെങ്കിലുമൊക്കെ, അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് എന്താണോ എൻഗേജ്ഡ് ആയിരിക്കാൻ പറ്റുന്നത് അത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ മൈൻഡിന് പീസ് കിട്ടുന്നത്. ഒരുപാട് ചിന്തിച്ച് കൂട്ടാതിരിക്കും. ഇപ്പോൾ നാളെ എൻ്റെ അടുത്ത സ്കാൻ്റെ ഡേറ്റാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലതുണ്ട്. ഞാൻ നിങ്ങളോട് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ. അപ്പോൾ ടെൻഷൻ അടിക്കാൻ 100 കാര്യങ്ങളുണ്ടായിരിക്കും. കൂടുതൽ ടെൻഷൻ അടിക്കാതിരിക്കുക. ഒരുപാട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കാൻ നമ്മളെ ഡയറ്റിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുക. വെള്ളം ഇഷ്ടം പോലെ കുടിക്കുക. നല്ല പോലെ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ തോന്നിയില്ലെങ്കിൽ നമുക്ക് ജീരകവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ജീരകവെള്ളം കുടിക്കുക. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ജ്യൂസുകൾ കുടിക്കാൻ പറ്റുന്നതാക്കുക. നമുക്ക് എന്താണോ കഴിക്കാൻ പറ്റുന്നത് അത് കഴിക്കുക. നിർബന്ധിച്ച് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് എന്താണോ, അല്ലെങ്കിൽ നമ്മൾ ഫുൾ പുറത്തേക്ക് വിടും. അത് വേണ്ട. എന്താണോ കഴിക്കാൻ തോന്നുന്നത് അത് മാത്രം കഴിക്കുക. നട്ട്സ് ഭയങ്കര നല്ലതാണ്. നട്ട്സ് ഉൾപ്പെടുത്താൻ നോക്കുക. ഞാൻ നട്ട്സ് ആദ്യമൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റും. ഇപ്പം നട്ട്സ് കഴിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. എന്നാലും ഞാൻ കുറച്ചൊക്കെ ഒന്ന് കഴിക്കാൻ നോക്കും. അങ്ങനെ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം കഴിക്കുക. ചീസ് ഒഴിവാക്കണം കേട്ടോ. എല്ലാവരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ചീസിന് ഇൻഫെക്ഷൻ വരാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ് ചീസ് കഴിക്കരുതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതുപോലത്തെ ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഓക്കെ, ബൈ, സീ യു.